നെക്സ്റ്റ് നമ്മളൊരു ഡെഫിനിഷൻ പഠിക്കാൻ പോവുകയാണ്. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറയാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയും. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 ആവാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 3 ആവാം. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 3 ഒക്കെ അങ്ങനെ വരുന്ന പോയിന്റ്സിൽ ഒക്കെ ഏതെങ്കിലും പോയിന്റ് നമുക്ക് ആർബിട്രറി ആയിട്ട് പറയാം, അതായത് 1000 100 എന്തായിട്ട് വരാം. അതാണ് നമ്മൾ ജനറലി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എന്നിട്ട് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാതെ. പിന്നെ അതേമാതിരി തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ എക്സിന് പകരം എക്സ് നോട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ടും കണ്ടുപിടിക്കാം. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അറ്റ് എ പോയിന്റിൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എന്താണ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ ഗിവൺ പോയിന്റ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് വേറെ പഠിക്കുന്നുണ്ട് നമ്മൾ. എ ഫംഗ്ഷൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഡെഫിനിഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്കത് കാര്യം മനസ്സിലാവണല്ലോ. അപ്പോൾ ഗ്രാഫിക്കലി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു എക്സ് വൈ ആക്സിസ് നമ്മൾ വരച്ചിരിക്കുകയാണ്. ഞാൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. ഈ 1 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് അല്ലേ, അതായത് അവിടെ ബ്രേക്ക് ഒന്നും വരുന്നില്ല. ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ വരയ്ക്കുകയാണ്. ഇതപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരച്ചു. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മുറിഞ്ഞു പോയി അല്ലേ. അതായത് 1ൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ വേറെ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഫംഗ്ഷനിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കൈയെടുക്കാണ്ട് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് കൈയെടുക്കാണ്ട് എന്ന് വരയ്ക്കാൻ പറ്റുന്നില്ല അല്ലേ. ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ട്, അവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല, അറ്റ് ദ പോയിന്റ് 1ൽ കണ്ടിന്യൂസ് അല്ല. നേരെ മറിച്ച് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ പോയിന്റ് 1 എന്ന് പറയുന്നതിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ നോക്കണമെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് വിത്തൗട്ട് ബ്രേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമുക്ക് ബ്രേക്ക് ഇല്ലാണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റണം. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതായത് ആ ഒരു പോയിന്റിൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് അല്ല പറഞ്ഞാൽ ഇതപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഗ്രാഫ് ഇപ്പോൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ബ്രേക്ക് വരുന്നുണ്ട് അവിടെ അല്ലേ. അപ്പോൾ ആ ബ്രേക്ക് വരുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് അല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ പ്രോബ്ലം ഇവിടെ പറയുന്നത് യൂസ് ദ കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫങ്ഷൻസ് ആൻഡ് ദ റീപ്ലേസ്മെൻറ്റ് റൂൾ ഇഫ് നെസസറി ടു ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്താണ് റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വായിച്ചിട്ട് മനസ്സിലാവാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി മനസ്സിലാവും. കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ, അത് ഡെഫിനിഷൻ്റെ ടേംസ് ആണ്, അതൊന്നും ബോധേഡ് ആവേണ്ട കാര്യങ്ങളില്ല. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫങ്ഷൻസ് ഉപയോഗിക്കണം, അതേമാതിരി തന്നെ റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറയുന്നത് ഉപയോഗിക്കണം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നു വേണ്ട. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ 2 ലിമിറ്റ് എന്ന് പറയുന്നതും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ലിമിറ്റ് എടുക്കുകയാണ്. ഫസ്റ്റത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20 വോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറില്ല. എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20 വോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 അതായത് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 അല്ലേ, ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്.
ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ അങ്ങനെ എഴുതണമെങ്കിൽ നമ്മളോട് ഞാൻ പറയാറുണ്ട് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്താവരുത്, 0 ആവരുത് എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേം ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിനോമിനേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരും ഇങ്ങനെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -5 എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എക്സിന് പകരം -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളിങ്ങനെ ഇൻഡിവിജ്വലി ഓരോ സ്റ്റെപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ അതൊക്കെ കണ്ടുപിടിക്കാൻ, അതേമാതിരി ഇവിടെ അവിടെ ഡയറക്റ്റ്ലി ചെയ്യുകയാണ്. എക്സിന് -5 കൊടുക്കുന്ന സമയത്ത് -5 ഓൾ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 6 ആണ്, 6 ഇൻറ്റു -5 പ്ലസ് 5 എന്ന് പറയും അല്ലേ. അപ്പോൾ -5 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, 5 ഇൻറ്റു 5 25 എന്ന് വരും. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അല്ലേ. അപ്പോൾ 25 ദെൻ ഇവിടെ എന്ത് വരും, പ്ലസും ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ അല്ലേ. 6 ഇൻറ്റു -5 ആണ്. 6 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 30 ദെൻ പ്ലസ് 5 എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 30 മൈനസ് 30 എന്ന് വരും അല്ലേ. അപ്പോൾ 30 മൈനസ് 30 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് ഡിനോമിനേറ്ററിലെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 0 വരുന്നുണ്ട്. അങ്ങനെ ഡിനോമിനേറ്ററിൽ 0 വന്നതുകൊണ്ട് ഞാൻ അപ്പോൾ പറയാറുണ്ട് നമ്മുടെ ആ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്, അതായത് ഈ ഡിനോമിനേറ്ററിലെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ആ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു റൂൾ അവിടെ ഉണ്ടാവണം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാറ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പ്രോബ്ലത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് അത് നമ്മൾ നോക്കണം, 0 ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഗിവൺ റാഷണൽ ഫംഗ്ഷൻ വാനിഷസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു -5. അതാണ് ഞാൻ സെപ്പറേറ്റ്ലി കുറച്ച് മുന്നേ എഴുതി കാണിച്ചു തന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഡിനോമിനേറ്റർ ഓഫ് ദി ഗിവൺ റാഷണൽ ഫംഗ്ഷൻ വാനിഷസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു -5 എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെൻസ് ദ ഗിവൺ റാഷണൽ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1. അതായത് ഗിവൺ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു ഇതാണ് ഗിവൺ റാഷണൽ ഫംഗ്ഷൻ. അതായത് പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ് എന്ന് മാതിരി എഴുതും. ഇവിടുത്തെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫംഗ്ഷനും ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷനും എടുത്ത് എഴുതി. ഇപ്പം നമ്മൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -5 കൊടുക്കുന്ന സമയത്ത് ഈ താഴെ കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് മാറും. അങ്ങനെ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലേ ഏതെങ്കിലും ഒരു നമ്പറെ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുമ്പോൾ നമുക്കത് ഡിഫൈൻഡ് അല്ല. 0 കൊണ്ടുള്ള ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഹെൻസ് ദ ഗിവൺ റാഷണൽ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -5. അതെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു -5 അതെന്തെല്ലാം ഡിഫൈൻഡ് ചെയ്തത്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂറ്റി ഓഫ് ദ റാഷണൽ ഫംഗ്ഷൻസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പുതിയൊരു മെത്തേഡ് ചൂസ് ചെയ്യാണ്, ഫാക്ടറൈസിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. എന്താ ഇപ്പോൾ ഫാക്ടറൈസിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്നുള്ള സംശയം വരാം അല്ലേ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ b² - 4ac പഠിച്ചിട്ട് അതിൻ്റെ 2 റൂട്ട് ഏതാന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് പഠിക്കാറുണ്ട്, അതിനെ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആക്കിയിട്ട് പഠിക്കാറുണ്ട് അല്ലേ. നമ്മുടെ സ്കൂൾ മാത്സ് മുതൽ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് അതിനെങ്ങനെയാണ് ലീനിയർ ഫാക്ടർ ആക്കിയിട്ട് മാറ്റുക എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ x² - x - 20 അതേമാതിരി തന്നെ x² + 6x + 5 നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയുന്ന ഒരു മെത്തേഡാണ് എന്താണ്, -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്ന ഈ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 റൂട്ട് നമുക്ക് കിട്ടും. അങ്ങനെ 2 റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് ഫസ്റ്റത്തെ റൂട്ട്, ഇപ്പോൾ എ എന്നായിരുന്നു റൂട്ട് കിട്ടിയെങ്കിൽ x - a × x - b എന്ന് പറയുന്ന ഫോമുല എഴുതാൻ പറ്റും. അതായത് ഇത് കിട്ടില്ലേ, 2 റൂട്ട് നമുക്ക് കിട്ടും, a b എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ജനറലി ഇവിടെ എയും ബിയും ആണെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. അങ്ങനെയാണ് ഒരു മെത്തേഡ്. അല്ലാതെ രണ്ടാമത്തെ വേറൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമുക്കിങ്ങനെ പോസിബിൾ, അതായത് -20 കിട്ടുന്ന ഏതൊക്കെ 2 നമ്പേഴ്സാണ് ഉള്ളത് നോക്കൂ അല്ലേ. ഇപ്പോൾ ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ 20 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കണം അല്ലേ. അതായത്
ആദ്യം ഇങ്ങനെ നോക്കുക, ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് സൈൻ എന്ന് വരുമ്പോൾ എപ്പോഴും രണ്ട് സംഖ്യകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരുമ്പോൾ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരുള്ളൂ, മൈനസ് എന്ന് വരുള്ളൂ, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കണം. ഇനി 20 കിട്ടുന്ന പോസിബിൾ പെയേഴ്സ് ഏതൊക്കെയാണ് നോക്കിക്കേ. ഇപ്പോൾ 1ഉം 20യും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ 20 കിട്ടണം അല്ലേ. അതുമാതിരി തന്നെ 5ഉം 4 അല്ലേ, അങ്ങനെ അതുമാതിരി തന്നെ. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ്. ഇനി നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ്, 2 എന്ന് പറയുന്നതും 10 എന്ന് പറയുന്നത്, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെന്നെയാണ് കിട്ടുന്നത്, 20 കിട്ടുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആകുമ്പോൾ, ഇപ്പോൾ ഇത് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ പോസിറ്റീവ്. ഇനി വേറൊരു പെയർ എഴുതിക്കൂടെ, 20 എന്ന് പറയുന്നതും -20 എന്ന് പറയുന്നത് +1 എടുക്കാം അല്ലേ. അതുമാതിരി ഇവിടെ -5 +4 എന്ന് എടുക്കാം. വേറൊരു പെയർ എടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, -4ഉം 5ഉം, അപ്പോഴും നമുക്ക് -20 കിട്ടും അല്ലേ. പിന്നെ ഇവിടെ -2ഉം +10 എടുക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, +2ഉം -10 എടുക്കുക. ഇത് രണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെയാണ് കിട്ടുന്നത്, 20 കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഏത് രണ്ടെണ്ണം, ഇപ്പം നമ്മൾക്ക് ഒരുപാട് പെയേഴ്സ് കിട്ടിയില്ലേ, ഇതിൽ ഏത് പെയർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 1 കിട്ടുന്നത് നോക്കാം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, ഏത് പെയറാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ ഈ രണ്ട് പെയർ എവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുന്നുണ്ടോ, ഇല്ല. ഇനി അതുമാതിരി തന്നെ -5 +4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക, -1. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലും നമുക്ക് 1 അല്ല വരുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്താലും അങ്ങനെ ബാക്കിയുള്ള എല്ലാ പോസിബിലിറ്റിയും ഒഴിവാക്കാം. ഇപ്പം നമുക്ക് ഏതൊക്കെ രണ്ടെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 1 കിട്ടുന്നത്, -4 എന്ന് പറയുന്നതും 5 എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, 1 വരണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, അതായത് x² ഞാൻ വട്ടിട്ട് വയ്ക്കുന്നതാണ്, x² + x - 20 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, x - 4 × x - 5 എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ്, സ്കൂൾ മാത്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് അല്ലേ, അങ്ങനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് x - 4 × x + 5 എന്ന്. സിമിലർലി നമ്മൾ എന്തിനെ കൂടി ഫാക്ടറൈസ് ചെയ്യണം, x² - 6x + 5. ഇപ്പോൾ ഇതേമാതിരി ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5 കിട്ടുക, അതിൽ ഏത് പെയർ എടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് +5 ആണല്ലേ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ രണ്ട് നമ്പർ, 1ഉം 5ഉം അതുമാതിരി തന്നെ 5ഉം 1ഉം രണ്ടും പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് വരുള്ളൂ അല്ലേ, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആകും. അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ്, രണ്ടും നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവും ഒന്ന് മൈനസും ആവുന്ന പോസിബിലിറ്റീസ് ഒന്നും ഇവിടെ പറ്റില്ല അല്ലേ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, രണ്ടും മൈനസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ രണ്ടും പ്ലസ് ആക്കിയിട്ട് മാറ്റും അല്ലേ. ഇനി ഇതിൽ ഏത് പെയർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 6 കിട്ടുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ വരിക, -6 അല്ലേ. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി ഇവിടെ പറ്റില്ല. പിന്നെ നമുക്ക് ഏതേ പറ്റുള്ളൂ, +1ഉം +5 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, x + 1 × x + 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, അതൊന്ന് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കി, അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്തു, അതായത് ഈ ഒരു ടേമിനെ നമ്മൾ ഈ ഒരു ഫോമിലോട്ട് എഴുതി മാറ്റി. ഇനി ഇവിടെ എന്ന് പറയുന്നത് മുകളിൽ ഒരു x + 5 ഉണ്ട്, താഴെ ഒരു x + 5 ഉണ്ട് അല്ലേ. അപ്പോൾ x + 5 / x + 5 രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എന്താ ഉള്ളത്, x - 4 / x + 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എക്സിന് -5 കൊടുത്ത് നോക്കിക്കേ. ഇപ്പോൾ എക്സിന് -5 കൊടുത്തു കഴിഞ്ഞാൽ -5 + 1 എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക, -4 എന്ന് പറയും അല്ലേ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി, ഡിഫൈൻഡ് ആയിട്ട് മാറി അല്ലേ. അതായത് ഡിനോമിനേറ്റർ, അതായത് at x = -5 ഇപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന x - 4 / x + 1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഡിഫൈൻഡ് ആയിട്ട് മാറി. ഇത്രയും കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ x = -5 കൊടുക്കുന്ന സമയത്ത് അത് 0 വന്നു. ഇപ്പോൾ ഇവിടെ ഡിഫൈൻഡ് അല്ലാതെ വന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഇത്രയും കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കി മാറ്റി, x² + x - 20 / x² + 6x + 5 എന്ന് പറയുന്നതിനെ x - 4 / x + 1 എന്ന് നമ്മൾ മാറ്റി എഴുതി. അങ്ങനെ എഴുതിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുക, നമ്മൾ റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറയുന്നതാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് എഴുതാൻ പറ്റും, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 x² + x - 20 / x² + 6x + 5 എന്ന് പറയുന്നതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അതിന് ഇനിയിപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ മതി, x - 4 / x + 1 എന്ന് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അത് എന്ത് എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 x - 4 / x + 1 എന്ന് നമ്മൾ എഴുതി.
ഓക്കെ, ഇനി എന്താ ചെയ്യുക, എക്സിന് പകരം -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, -5 -4 ഡിവൈഡഡ് ബൈ -5 + 1 എന്ന് വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -9 ഡിവൈഡഡ് ബൈ -4 മൈനസ് കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 9/4 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ കിട്ടിയത്, 9/4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് എന്താണ്, കണ്ടിന്യൂറ്റി ഓഫ് ദി റാഷണൽ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, നമ്മൾ ഡിനോമിനേറ്ററിൽ -5 എന്ന് പറയുന്നത് കൊടുത്തപ്പോഴും നമുക്ക് എന്തല്ല, ഈക്വൽ ടു 0 അല്ല കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, കൺഫ്യൂഷൻ തോന്നിയവർ വീണ്ടും ഒന്നുകൂടി കേൾക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം അല്ലേ, ഒരു ഒറ്റൊന്നല്ലേ ഉള്ളൂ, നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട് അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 Δx3. നമുക്ക് എക്സിന് പകരം ഇവിടെ ഒരു Δx3 + 2 × Δx² ഡിവൈഡഡ് ബൈ Δx എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ വെൻ Δx x 0, ഇവിടെ നമുക്ക് എന്താണ്, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ x ആയിരുന്നു, ഇവിടെ എത്തിയപ്പോഴേക്ക് എന്താ Δx എന്ന് മാറ്റും, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ Δx 0 പോകുന്നു, അതായത് Δx ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ടേംസിലൊക്കെ ഈ Δx പകരം നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ Δx 0 കൊടുക്കുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അറ്റ് 0 നമുക്ക് എന്തില്ല, ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല അല്ലേ, ഒന്നുമില്ല. നമുക്കിവിടെ എന്തുണ്ടായിരുന്നു, ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഈ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരു Δx ആണ്. ആ Δx നമ്മൾ 0 എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വരും. അങ്ങനെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് അറ്റ് 0 ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ആ ഫംഗ്ഷനിൽ നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഗിവൺ റാഷണൽ ഫംഗ്ഷൻ വാനിഷസ് വെൻ Δx = 0. ഹെൻസ് ദ ഗിവൺ റാഷണൽ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് Δx = 0 എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലാക്കി വെക്കുക, അതിന് ശേഷം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതേമാതിരി എഴുതി വെക്കണം. ഓക്കെ, സോ വി കനോട്ട് യൂസ് ദ കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമ്മളിനി എന്താ ചെയ്യുക, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക അല്ലേ. ഇപ്പം നമുക്ക് ലിമിറ്റ് Δx ടെൻഡിങ് ടു 0 ഇതെങ്ങനെയാണ് തന്നിരുന്നത്, Δx³ + Δx² ഡിവൈഡഡ് ബൈ Δx എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Δx³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, നമ്മൾ Δx × Δx എന്നാണ് പറയുന്നത് അല്ലേ, + 2 × Δx² എന്ന് പറഞ്ഞാൽ എന്താ, Δx × Δx വോൾ ഡിവൈഡഡ് ബൈ Δx എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഇതിലെല്ലാത്തിലും ഒരു Δx കോമൺ ഉണ്ട്. സോ ഞാനൊരു Δx പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, അവിടെ Δx, ഇതൊന്നൊരു Δx കഴിഞ്ഞാൽ ഈ റൗണ്ട് ചെയ്തതിനെടുത്തു, ഇതൊന്നും ഒരു Δx എടുത്തു. ഇനി ബാക്കിയുള്ളതിന് ബ്രാക്കറ്റ് എഴുതുമ്പോൾ Δx × Δx എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എന്ത് തന്നെ എഴുതാൻ പറ്റും, Δx² എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. പിന്നെ ഇവിടുന്ന് ഒരു Δx പോകുന്നു, ഇനി അവിടെ ബാക്കി എന്താ ഉള്ളത്, 2 × Δx മാത്രമേ ഉള്ളൂ. ദെൻ വോൾ ഡിവൈഡഡ് ബൈ ഈ Δx നമ്മൾ അങ്ങനെ തന്നെ എഴുതി. സോ Δx Δx കൂടി നമുക്ക് എന്ത് ചെയ്ത് എഴുതാൻ പറ്റും, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറി, വിച്ച് ഈസ് ഈക്വൽ ടു Δx² + 2 × Δx ഫോർ ആൾ Δx നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇനി ഇതിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഇല്ല അല്ലേ, ഒരു ഒരു ഫംഗ്ഷൻ്റെ മാതിരി കിട്ടി Δx² + 2 Δx എന്ന് പറയും. ഇനിയിപ്പോൾ അവിടെ 0 കൊടുത്താലും നമുക്ക് ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത് അല്ലേ. അതായത് നമുക്ക് ഇവിടെ എന്താ പ്രശ്നം വന്നത്, 0 ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ നമുക്ക് 0 കൊണ്ടുള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത് പോസിബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അത് വിച്ച് ഈസ് നോട്ട് പോസിബിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇനി കുഴപ്പമില്ല. സോ നമുക്ക് എന്ത് ചെയ്താൽ ലിമിറ്റ് Δx ടെൻഡിങ് ടു 0 Δx³ + 2 × Δx² വോൾ ഡിവൈഡഡ് ബൈ Δx എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യുക, ഇതിന് പകരം എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ Δx ടെൻഡിങ് ടു 0 Δx² + 2 Δx എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച റൂൾ എന്തായിരുന്നു, ബൈ ദ റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറയും. സോ നമ്മളവിടെ എന്ത് ചെയ്തേക്കുക, ബൈ ദി റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ Δx പകരം 0 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും,
0² പ്ലസ് 2 ഇൻറ്റു 0 എന്ന് വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക 0 എന്ന് വരും. സോ നമുക്കിവിടെ എന്ത് കിട്ടി, അത് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് പ്ലസ് 2 ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. വീണ്ടും മനസ്സിലാവാത്തവർ വീണ്ടും 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 കേട്ട് പഠിക്കാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്.